ആദ്യം തന്നെ നൂലിയുടെ വ്യത്യാസത്തിൽ ജീവൻ തിരികെ കിട്ടിയ ഒരു ആശ്വാസ വാർത്തയോടെയാണ് നമ്മൾ ഇന്ന് 5 മണി തുടങ്ങുന്നത്. വടകര ദേശീയപാതയിൽ സ്കൂട്ടറിൽ മിനി ലോറി ഇടിച്ച് തെറിച്ചു വീണ 2 സ്ത്രീകളും കുഞ്ഞും ബസ് കയറി ഇറങ്ങാതെ രക്ഷപ്പെട്ട അത്ഭുതകരമായാണ്. ബസ് പെട്ടെന്ന് വെട്ടിച്ച ഡ്രൈവറുടെ നിർണായക ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. പരിക്കേറ്റ 2 സ്ത്രീകളെയും കുഞ്ഞിനെയും വടകര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത് നമ്മൾ. ചില ആളുകൾ നമ്മുടെ നാട്ടിലെ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ എത്ര ക്രിമിനൽ മൈൻഡ് ഇല്ലാത്ത ആളുകളാണെങ്കിലും ഓട്ടോമാറ്റിക് അത്തരത്തിലായി പോകും. പ്രത്യേകിച്ചും സ്ത്രീകളും ചില ആണുങ്ങളും റോഡിൻ്റെ നടുവിലൂടെ പിറകിൽ എത്ര തിരക്കുണ്ടെങ്കിലും ശരി, എത്ര ഓണടിച്ചാലും ശരി, എങ്ങനെ ആയിരുന്നാലും ശരി, സെൻറ്ററിൽ നിന്ന് മാറിക്കൊടുക്കാതെ ഒരുപാട് ദൂരെ ഇവരെങ്ങനെ തേറിയിട്ട് കൊണ്ടുപോകുന്നത് കാണാം. ഇത്തരം അവസരങ്ങളിൽ ബാക്കിൽ വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇത്തിരി ക്രിമിനൽ മൈൻഡുള്ള ആളുകളാണെങ്കിൽ ഏതെങ്കിലും ചാൻസിൽ ഇവർക്ക് മുന്നിലേക്ക് കയറുവാൻ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അവർ പിറകുവശം കൊണ്ട് തള്ളിയിടുന്നത് സർവ്വസാധാരണമായി നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ അപകടം ഉണ്ടാകുന്നതിന്റെ പ്രത്യേകം കാരണം ഇത്തരം തിരക്കുള്ള റോഡിലൂടെ ഓടി വരുമ്പോൾ ആ ഡ്രൈവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം മുന്നിൽ ബൈക്ക് ഓടിക്കുന്ന പല ആളുകളും പലപ്പോഴും ചിന്തിക്കാറില്ല. അത്തരത്തിൽ ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്താണ് ഇത്തരം ക്രിമിനൽ വാസനകൾ പല ഡ്രൈവർമാർക്കും ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ അപകടത്തിൽ കാണുന്ന ഈ ഡ്രൈവർ പക്ക ക്രിമിനലാണ്. ഇദ്ദേഹം ഇതുപോലെ തന്നെ മുൻവശം കയറിയതിനു ശേഷം മനഃപൂർവ്വം ഒരു അപകടം ഉണ്ടാകുവാൻ വേണ്ടി, അതായത് അവരെ കൊല്ലാൻ വേണ്ടി തന്നെ വണ്ടി തട്ടിയിടുന്നത് കറക്റ്റ് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർ ആരായിരുന്നാലും ശരി, ഇദ്ദേഹത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യൽ വളരെ നിർബന്ധമാണ്. പൊതുജനങ്ങളുടെ ഇടയിലൂടെ വണ്ടി ഓടിക്കുവാനുള്ള ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു പക്ക ക്രിമിനലാണ് ഈ ഡ്രൈവർ.